ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഈ അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തെ ഇതിന് അന്ത്യം കുറിച്ചുകൊണ്ട് കേരളത്തിൽ UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഭരണകൂടം വീണ്ടും ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിന് എന്ത് മര്യാദയാണുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ കേരളത്തിന്റെ യശസ്സിനെ ഇവർ കളങ്കപ്പെടുത്തി, കേരളത്തിന്റെ പുരോഗതിയെ ഇവർ തടസ്സപ്പെടുത്തി. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കേരളം വിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുകയും തൊഴിൽ തേടുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ന് കേരളത്തിൽ. കേരളം ഒരു വൃദ്ധസദനമായി മാറുന്നു. ഒരു കാലത്ത് നമ്മൾ പാടി പുകഴ്ത്തിയ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ ഉന്നതി, ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച പുരോഗതി, ഇതെല്ലാം ഇന്ന് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് സത്യം. കേരള മോഡലിന് നിറം മങ്ങിയിരിക്കുന്നു. ഈ കേരളത്തെ രക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല എന്ന് 10 വർഷം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കേരളം ഇങ്ങനെ പോയാൽ മതിയാകുമോ? നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിൽ ലഭിക്കണ്ടേ? നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉന്നതമായ ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കണ്ടേ? ഈ നാടിനെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഈ പോരാട്ടത്തിന് മുന്നിൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകന്മാരും മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന. ഈ നാടിന് മാറ്റമുണ്ടാകാൻ, ഈ നാടിന്റെ മുഖച്ഛായയ്ക്ക് മാറ്റം വരുത്താൻ ഒരു പോസിറ്റീവ് അജണ്ടയുമായി കേരളത്തിലെ UDF മുന്നോട്ട് വരികയാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, കൂടുതൽ നിക്ഷേപങ്ങൾക്ക് അവസരം കൊടുക്കുന്ന, കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന, സാധാരണക്കാരനെയും പാവപ്പെട്ടവന്റെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ കേരളത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കണം. നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് ഈ ചടങ്ങിൽ വരേണ്ടതായിരുന്നു. അദ്ദേഹം ഓൺലൈനായി നമ്മളോട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ പോരാട്ടത്തിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഈ പോരാട്ടം കേരളത്തെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ്. പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ അവസാനം വരെ ഓരോ UDF പ്രവർത്തകനും പോരാടുക തന്നെ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അതിനെല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.